എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്തവരാണ് നമ്മൾ മലയാളികളെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം മനഃപൂർവ്വം അല്ലെങ്കിലും നമ്മൾ ചെയ്തു പോകുന്ന പല അശ്രദ്ധകളും ഒരുപക്ഷെ ജീവനെടുക്കാൻ വരെ കാരണമായേക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ മുൻപും നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ വീണ്ടും നമ്മൾ ഇതേ അശ്രദ്ധ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. പാലക്കാട് ഇന്ന് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവനെടുത്തത് ആ വീട്ടുകാരുടെ അശ്രദ്ധയാണെന്നതിൽ ഒരു സംശയവുമില്ല. പാലക്കാട് അഗളി ജെല്ലിപ്പാറ മുണ്ടന്താനത്ത് ലിതിന്റെയും ജോമരിയയുടെയും മകളായ നേഹ റോസ് എന്ന 3 വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങിയത്. കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ഇവരുടെ വീട്ടിൽ പെയിന്റിംഗ് ജോലികൾ നടക്കുന്ന ദിവസമായിരുന്നു അന്ന്. തുടർന്ന് പെയിന്റിംഗിന്റെ ഭാഗമായി വീട്ടിലെ സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തു വെച്ചിരുന്നു. ഇതിനിടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് ഈ സാധനങ്ങൾക്കിടയിൽ നിന്നും പേസ്റ്റ് രൂപത്തിലുള്ള എലിവിഷം എടുക്കുകയും ടൂത്ത്പേസ്റ്റ് ആണെന്ന് കരുതി കുഞ്ഞ് അതുകൊണ്ട് പല്ല് തേക്കുകയുമായിരുന്നു. പല്ലു തേച്ച ശേഷം കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ കുഞ്ഞിനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് വീട്ടുകാർ ഉടൻ തന്നെ അടുത്തുള്ള ട്രൈബൽ ആശുപത്രിയിൽ കുഞ്ഞിനെ കാണിക്കുകയുമായിരുന്നു. അവിടെ നിന്നും സ്ഥിതി ഗുരുതരമായതോടെ ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് 4 ദിവസത്തോളം അവിടെ ചികിത്സയിൽ തുടരുകയും കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഒന്നുമില്ലാതെ വന്നതോടെ അവിടെ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. പിന്നീട് അവിടെ നിന്നും കുഞ്ഞിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ ചികിത്സയിൽ തുടരുന്നതിനിടെ കുട്ടിയുടെ നില വീണ്ടും ഗുരുതരമായതോടെയാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ മാറ്റുന്നത്. അവിടെ ചികിത്സയിൽ തുടരവെ ഇന്ന് രാവിലെയാണ് കുഞ്ഞിന്റെ മരണം സംഭവിക്കുന്നത്. വിഷം കുഞ്ഞിന്റെ ആന്തരികാവയവങ്ങളെ ബാധിച്ചതാണ് മരണത്തിനിടയാക്കിയത് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. 1 മാസത്തിനിടെ 6ഓളം ആശുപത്രികളിൽ കുഞ്ഞിനെ ചികിത്സ തേടിയെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഏറെ വേദനപ്പെടുത്തുന്ന ഒന്നുതന്നെയാണ്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഈ സംഭവം ഇത്തരം വിഷപദാർത്ഥങ്ങളുടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിൽ ഇത്തരം വിഷപദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ആശുപത്രി നടപടികൾക്ക് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തുടർന്ന് സമീപത്തെ പള്ളിയിൽ സംസ്കാരം നടക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.